ഹേയ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞതിൽ ഷോർട്സിൽ ചെയ്ത മൾട്ടിപ്ലെയറായിട്ട് കളിക്കാൻ പറ്റിയ ഗെയിമാണ്. അതായത് മാരിയോ കാർട്ട്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നോർമലി കളിക്കാൻ പറ്റുന്ന ഇത് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും കളിക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ പിടിച്ചിട്ട് മൊബൈൽ പിടിച്ച് ഗെയിം കളിക്കാം, ഇങ്ങനെ പിടിച്ച് ഗെയിം കളിക്കാം. ഇങ്ങനെ പിടിച്ച് ഗെയിം കളിക്കുന്ന സമയത്ത് ഇപ്പോൾ മൊബൈൽ യൂസ് ചെയ്യുന്ന വിചാരിക്കും, ഗെയിം കളിക്കുന്നതായിട്ട് തോന്നില്ല. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാം, മറ്റേ ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഈ ഗെയിം കളിക്കാം. അപ്പോൾ ഇതിൽ മൾട്ടിപ്ലെയർ കളിക്കാൻ കുറച്ച് ലെവൽ എത്തണം. അപ്പോൾ ആ ലെവൽ എങ്ങനെ എത്തേണ്ടതും അത് കഴിയുന്ന രീതിയിൽ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇത് വെർട്ടിക്കൽ ഹൊറിസോണ്ടലായിട്ട് കളിക്കാൻ പറ്റുന്ന സംഭവമാണ്. ഇപ്പോൾ എൻ്റെത് രണ്ടിലും കൂടി നടുക്കത്തേലല്ലേ, അതായത് പോർട്രേറ്റ് ലാൻഡ്സ്കേപ്പ്. അപ്പോൾ നമുക്ക് പോർട്രേറ്റ് ആയിട്ടും ലാൻഡ്സ്കേപ്പ് ആയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കളിക്കാൻ പറ്റും. രണ്ടിലും ഇട്ടിട്ടില്ലത് ഇപ്പം. അത് ഗെയിം തുടങ്ങുന്നതിന് മുമ്പേ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിടിച്ചതിന് ശേഷം കളിക്കുക. ചിലപ്പോൾ നിങ്ങളെ ഫോണിൽ റൊട്ടേറ്റ് ഇട്ടാൽ ചിലപ്പോൾ അങ്ങനെ കളിക്കാനാവും. പിന്നെ റൈറ്റ് ലെഫ്റ്റ് അത് കൺട്രോൾ എങ്ങനെയാണ്, നടുക്ക് ഞെക്കുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറണോ അതോ റൈറ്റിൽ ലെഫ്റ്റിലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞെക്കുമ്പോൾ മാറേണ്ട, അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ്. ഇതിപ്പോൾ ലാൻഡ്സ്കേപ്പ് ആയിട്ടുള്ള വീഡിയോ പ്ലേ ആണ്. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അതായത് ഗെയിം തുടങ്ങുമ്പോൾ ഞാനിങ്ങനെ തിരിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ കളിക്കുന്നു. ഇങ്ങനെ കളിക്കുന്ന സമയത്ത് എന്ന് പറയുമ്പം സൈഡ് ആംഗിളെല്ലാം നല്ല വൃത്തിക്ക് നല്ലോണം കിട്ടും കവറായിട്ട്. അപ്പോൾ മറ്റേ ചെയ്യാവുന്ന സമയത്ത് നമ്മളെ നേരെ മാത്രമേ ഉണ്ടാവും. ഈ സൈഡിൽ നിൽക്കുന്ന പ്ലേയേഴ്സിനെ ചെറിയ രീതിയിലേ കാണും. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് മൊത്തത്തിൽ കവർ ചെയ്തിട്ട് അങ്ങനെ കളിക്കാം. അപ്പം മറ്റേ ചെയ് മാത്രമല്ല, രണ്ട് രീതിയിലും കളിക്കാൻ പറ്റും. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് മൾട്ടിപ്ലെയറിൻ്റെ അതൊന്ന് നോക്കാം. ഈ നടുക്ക് കാണുന്ന ഈ 4 റൗണ്ട് ഓരോരോ കളി കളിച്ച് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്ലെയർ ഓപ്പൺ ആവും. കാരണം ഒന്ന് കളിച്ച് കംപ്ലീറ്റ് ആക്കുക, അങ്ങനെ ഓരോന്ന് കംപ്ലീറ്റ് ആക്കുമ്പോൾ അടുത്തടുത്ത് തുറക്കും. അങ്ങനെ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൾട്ടിപ്ലെയർ വരും. അതായത് ലെഫ്റ്റ് സൈഡിൽ താഴെ മൾട്ടിപ്ലെയർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ എനേബിൾ ആവും അന്നേരം. ഇത് 4 ഓരോരോ കളി കളിച്ച് കഴിഞ്ഞാൽ 4 കളി അപ്പോൾ ഏകദേശം കഴിയും. അതിനുശേഷം നമ്മൾ അത് ലൊക്കേഷൻ, ഇതിപ്പം ലൊക്കേഷനിൽ അടുത്തുള്ളവരെ കണ്ടുപിടിക്കുന്ന ഒരു ടെക്നിക്കാണ്. ഇങ്ങനെ അടുത്ത് കാര്യം കളിക്കുന്നുണ്ടോ ഓൺലൈനിൽ, അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് വേറെ ടൈപ്പ് നോക്കാം. ഇപ്പോൾ ഇത് ക്രിയേറ്റ് റൂമുണ്ട്. ഈ ക്രിയേറ്റ് റൂം ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 2 പ്ലെയറിനെ ഇപ്പം ആഡ് ചെയ്യാൻ പറ്റും. നമ്മളെന്ന് വെച്ചാൽ നമ്മൾ കൂടാണ്ട് ഒരാളാണ്, അത് കൂടാണ്ട് വേറെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് 8 പ്ലെയറിൽ കൂടുതൽ ആൾക്കാരെ ആഡ് ചെയ്യണ്ടേ, അത് വേറെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിപ്പോൾ റൂം ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതായത് ടീമായിട്ട് നിങ്ങൾക്ക് കളിക്കണോ അല്ലെങ്കിൽ മറ്റേ ഇപ്പോൾ 4 ടീമായിട്ട് അങ്ങനെ കളിക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. പിന്നെ എത്ര മിനിറ്റ് കളിക്കണം, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ സെറ്റാക്കേണ്ട സംഭവമാണ് ഇത്. പിന്നെ എത്ര നമ്പേഴ്സ് ഓഫ് റേസ്. അപ്പോൾ 8 ആളെ കൂട്ടിയിട്ട് ലാപ്പും ടീമെല്ലാം ആക്കിയിട്ട് നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. ഇത് ക്രിയേറ്റ് ആക്കിയ പാട് റൂം കോഡ് നമുക്ക് കിട്ടും. ഈ കോഡ് ഫ്രണ്ടിന് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഓനെ കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വാട്സപ്പിൽ അയച്ചു കൊടുക്കുക. ഇവിടെ താഴെ ഒരു ഓപ്ഷൻ ഉണ്ട്, റൈറ്റ് സൈഡിൽ താഴെ, അതായത് ജോയിൻ ചെയ്യാൻ പറ്റുന്നത്, റൂം കോഡ് അടിച്ചിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. അത് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ റൂം കോഡ് അടിക്കാൻ വരും. ആ റൂം കോഡ് അടിച്ചിട്ട് എതിർ ടീമിലുള്ളവർ ജോയിൻ ചെയ്യുക. അങ്ങനെ റൂമാക്കിയിട്ട് അടുത്തടുത്തിരുന്നിട്ടോ അല്ലെങ്കിൽ വാട്സപ്പിൽ അയച്ചിട്ട് ദൂരം വാട്സപ്പ് കോൾ ചെയ്തിട്ടോ അങ്ങനെ കളിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും വേറൊരു കണ്ടൻറ്റുമായി കാണാം. ബൈ.